വെൽക്കം ടു ലൈൻ കട്ട് അഗ്നിപരീക്ഷ. അപ്പോൾ ഷിബിന, രാകേഷ്, നിങ്ങൾ രണ്ടുപേരും ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എപ്പിസോഡ് കണ്ടപ്പം തോന്നുമായിരുന്നു ഹീറോ വില്ലൻ പറയാൻ പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ചിലർ വന്നിട്ട് ഇപ്പം നമ്മുടെ ഷാമോൻ എൽദോനെ പറഞ്ഞു. അപ്പോൾ എൽദോനെ പറഞ്ഞു എൽദോയുടെ വില്ലൻ വേറെ ആയിരുന്നു, പക്ഷെ ഷാമോൻ്റെ വില്ലൻ എൽദോ. അങ്ങനെ പോയതിൽ നിങ്ങൾ രണ്ടുപേരുമായിരുന്നു. രാകേഷ് ഏട്ടൻ ഷിബിനെ പറയുന്നു കറക്റ്റായിട്ട്, ഷിബിൻ അങ്ങോട്ടും പറയുന്നു. തീരുമാനമായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരിലും ഈ മൊത്തമുള്ള 12 പേരിൽ നിങ്ങൾ രണ്ടുപേരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോ വില്ലന്മാർ. വൈ? എന്താണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ വില്ലൻ എന്ന് വിളിച്ചത്? നല്ലൊരു മനുഷ്യനാണ് രാകേഷ് ഏട്ടൻ, നല്ലൊരാളാണ്. ബട്ട് ഫോർ മീ ഞാൻ ഒരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ലൈക്ക് പേഴ്സണൽ ആയിട്ടുള്ള പുള്ളി നല്ലതാണോ മോശമാണോ എന്ന് അല്ല. ആൻഡ് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഗെയിമിൽ പുള്ളി എങ്ങനെയായിരുന്നു, സ്റ്റേജിൽ എങ്ങനെയായിരുന്നു, ഒരാളോട് എങ്ങനെയാണ് പുള്ളി പെരുമാറിയത്, ഐ എം ഗോണ പോയിന്റ് ഔട്ട് ദാറ്റ്. സോ പുള്ളി ഒരു സെലക്റ്റീവ് പെങ്ങളൂട്ടിസം എന്നുള്ളൊരു ടേം ആയിരുന്നു ഞാൻ അവിടെ പറഞ്ഞത്. And I still agree on that. പെങ്ങളൂട്ടിസം, yes. And it's very പുതിയൊരു ടേം ആട്ടോ. അത് സെലക്റ്റീവ് ആണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു റിയാസ് ആയിരുന്നു, ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് we don't have anything crazy. So I was like, okay, ഞാൻ ഇപ്പോൾ ക്രേസി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം. സോ ഞാനൊരു സ്റ്റോറി ബിൽഡപ്പ് ആയിട്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുമ്പോൾ, ചെകുത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കണം ആരായിരിക്കും? നമ്മൾ ചെകുത്താനെ തന്നെയാണല്ലോ ശരിക്കും. ചെകുത്താൻ രൂപം വെക്കോട്ടെ. സോ ഞാൻ ലൂസിഫറിന്റെ സ്റ്റോറി ആയിരുന്നു ഞാൻ എടുത്തത്. സോ ലൂസിഫർ അങ്ങനെയായിരുന്നു വന്നത്, നല്ലൊരു മനുഷ്യനായിരുന്നു, ബിൽഡപ്പ് ചെയ്ത് പിന്നെ ഒരു മോശം മനുഷ്യൻ എന്നുള്ള രീതിയിലായി. സോ ആസ് എ ഗെയിമർ എനിക്ക് രാകേഷ് ചേട്ടൻ അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്. ചിലവരോട് പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നുണ്ട്. കേൾക്കാത്ത പലതരം ഫേവറിറ്റിസം നമ്മൾ കേട്ടിട്ടുണ്ട്. പെങ്ങളുട്ടിസം ആരായിരുന്നു? പെങ്ങളുട്ടിസം ഒരാളായിട്ട് ഞാൻ പറയുന്നില്ല, ഷിബിനൊഴികെ ബാക്കിയല്ലേ? ഇല്ല, അത് എനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടീനെ ഫേവർ ചെയ്യുന്ന പോലെ ഐ എം നോട്ട് ഗോണ സേ ദാറ്റ്. ബട്ട് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഇടിച്ചു താഴ്ത്തുന്ന പോലെ, ലൈക്ക് സ്പെഷ്യലി ഗേൾസിന് മാത്രം ഉള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ രാകേഷ് ചേട്ടൻ കുറച്ചായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, സെലക്റ്റീവ് പെങ്ങളൂട്ടിസം. ഒരാളോട് സെലക്റ്റീവ് ആയിട്ടുണ്ട്, മറ്റുള്ളവരോട് ഇല്ല. ലൊലീറ്റ ഐ ഫെൽറ്റ്. ബിക്കോസ് അതെന്തുകൊണ്ടാണ് ഞാൻ പറയാനും കാരണമുണ്ട്. അതിന്റെ മുമ്പിലുള്ള ഒരു ടാസ്കില് പുള്ളിക്കാരൻ ലൊലീറ്റനെ വിളിച്ചിട്ട് ഇപ്പൊ നമ്മളൊരു വില്ലനാണോ, ഹീറോ ആണോ, റോസ് ആണോ, കമ്പാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ വി നീഡ് ടു ബി ഓൺ പോയിന്റ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ വിളിക്കുന്നത്, ഇന്നത്തെ ഗെയിമിൽ ഈ കുട്ടി ഇങ്ങനെ കളിച്ചില്ല, ഇന്നത്തെ ഗെയിമിൽ ഈ കുട്ടി എക്സലന്റ് ആണെന്നില്ല പോയിന്റ്സ്, വാലിഡ് പോയിന്റ്സ് ഇസ് നീഡഡ്. പുള്ളിക്കാരൻ പറഞ്ഞത് നല്ലൊരു കുട്ടിയാണ്, അവള് നല്ലൊരു മനുഷ്യനാണ്, പിന്നെ നല്ലൊരു ടാസ്ക് ആയിരുന്നു. സോ വാലിഡ് അല്ലാത്ത പോയിന്റ്സ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള വാലിഡ് അല്ലാത്ത പോയിന്റ്സ് ആയാലും വില്ലൻ എങ്ങനെയാവുന്നേ? അല്ല, വില്ലൻ അത് എനിക്ക് വാലിഡ് ആയിട്ട് തോന്നിയില്ല. ഒരു ഗെയിമർ ആകുമ്പോൾ ഒരു ഗെയിമറിന്റെ പോയിന്റ്സ് ആണ് എടുത്ത് പറയേണ്ടത്. ഇത് ആ കുട്ടി നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടി എന്നോട് നല്ലതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നല്ലൊരു ഗെയിമർ ആയിട്ട് കാണുന്നു. മറ്റുള്ള ആൾക്കാർ പുള്ളിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ പുള്ളി ആരെയും പുള്ളി പോയിന്റ് ഔട്ട് ഇതാക്കണില്ല. അപ്പൊ പാർവതി ചേച്ചി ഇല്ല, എനിക്ക് അങ്ങനെ എന്നോട് എനിക്ക് തോന്നിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നില്ല രാകേഷ് ചേട്ടാ. സോ പാർവതി ചേച്ചി കണ്ടില്ല, ബിക്കോസ് ഐ ഫീൽ ദാറ്റ് നമ്മള് ഞാൻ ഒരാളെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല. ബട്ട് ഐ ഫീൽ ദാറ്റ് എനിക്ക് 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ഒരു എൻ്റെ ഒരു ഏജ് ഞാൻ ഒരിക്കലും എന്നോട് ആൾക്കാർ നിന്റെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കാൻ ഞാൻ അവസരം ഞാൻ കൊടുത്തിട്ടില്ല. ആൻഡ് ഐ ഫീൽ ദാറ്റ് എൻ്റെ വയസ്സിനെക്കാളും ഞാൻ ഒരുപാട് മെച്യൂർഡ് ആണെന്ന് ആൻഡ് ഐ ബിലീവ് എൻ്റെ ഗെയിംസിലും ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു മെച്യൂർ അല്ലാതെ അല്ലെങ്കിൽ ഒരു ഇതാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അതായിരിക്കാം കാരണം. വാട്ട് എവർ ഇറ്റ് ഈസ്. സോ യു ഡോണ്ട് വാണ്ട് ദ വെയിറ്റേജ് ഓഫ് ഒരു 21 വയസ്സുള്ള ചെറിയ കുട്ടി എന്നുള്ള വെയിറ്റേജ് വേണ്ട. ബിക്കോസ് ഐ കെയിം ഹിയർ ആസ് എ ഗെയിമർ. എനിക്ക് അത് ഗെയിമിന്റെ ഭാഗമല്ലേ കുട്ടി, അങ്ങനെ ഒരു വെയിറ്റേജ് കിട്ടണമെങ്കിൽ അതും കൂടെ കയ്യിലിരുന്നോട്ടെ എന്നുള്ളത് ഇല്ല, ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പാർവതി ചേച്ചിന് ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയും
ഒരു പെങ്ങളാണല്ലോ, വയസ്സിന് താഴെയാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പൊ പുള്ളിക്കാരത്തിനെ ഭയങ്കര ഫിസിക്കലി അങ്ങനെ പുറത്തെടുത്തിട്ടായിരുന്നു. നേരെ മറിച്ച് അത് ലൊലീറ്റ ആയിരുന്നെങ്കിൽ പുള്ളി ആ ഏരിയയിൽ ആങ്ങളെ കുട്ടിസൊന്നും ഇല്ലേ? പാർവതി ചേച്ചിക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാനത് എന്റെ പോയിന്റ് ആക്കി ഞാനത് കണ്ടായിരുന്നു. രണ്ടാമത്തെ ഞാൻ ഇല്ല ചേട്ടാ, അല്ല ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ശരി, ഷിബിനെ പറഞ്ഞു, ഷിബിന് ഇത്ര റീസൺസ് പറഞ്ഞു. ഒന്നും കൂടെ ഉണ്ട് മാം. പിന്നെ ഞാൻ പറയാൻ കാരണം പുള്ളിക്കാരൻ അഫി തൊട്ട വേറൊരു കണ്ടസ്റ്റന്റ്, ഐ മീൻ പേഴ്സണലി എനിക്കില്ല, ബട്ട് ഗെയിം ആണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടീനെ വിളിച്ചായിരുന്നു, നെഗറ്റീവ് ഒരു ഷെയ്ഡുള്ള ഒരു ഇതില്. അപ്പൊ പറയുന്നത് പുള്ളിക്കാരി കൊച്ചിയിൽ എന്തായിരുന്നു സ്റ്റഫ് ഉണ്ടോ സംതിങ് ഒരു ക്വസ്റ്റ്യൻ. പുള്ളിക്കാരനെ അറിയാം ഈ ഒരു എപ്പിസോഡ് വരുമ്പം ആ ഒരു നാട്ടുകാരാണെങ്കിലും ആൾക്കാരാണെങ്കിലും ആ കുട്ടീനെ ഡ്രാഗ് ചെയ്യും ഈ ഒരു കമന്റില്. എന്നിട്ടും പുറത്തുനിന്ന് നീ ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ മാത്രം ഉണ്ടായിരുന്ന ചെറിയൊരു കമന്റ് അതുവരെ ഡ്രാഗ് ചെയ്ത് ഒരു ചീപ്പ് ഗെയിം കളിച്ച പോലെ എനിക്ക് തോന്നി. ഈ ഗെയിം കളിക്കുന്നതിൽ ചീപ്പും അങ്ങനെ നമ്മൾ ഗെയിം കളിക്കുക. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് ചോദിക്കട്ടെ, അഫിയാനാസ് ഇവിടെ ഇല്ലല്ലോ, വിടൂ, ഞാൻ ഇവിടെ ചോദിക്കട്ടെ. ഇതൊക്കെ ഇപ്പം ഷിബിന കറക്റ്റ് ആയിട്ട് 1, 2, 3 പോയിന്റ്സ് പറഞ്ഞു. ലൈക്ക് അവരുടെ പോയിന്റ് തിരിച്ചിങ്ങോട്ടും പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ഈ കുട്ടിയെ നോക്കി വില്ലത്തിന്ന് വിളിക്കാൻ പറ്റിയത്? ഓ, നമ്മളൊക്കെ അങ്ങനെയല്ലേ വേണ്ടേ? ആങ്ങളെ കുട്ടീസ് ഉണ്ടോ? അല്ല, ആങ്ങളെ കുട്ടീസ് ഉണ്ടോ അത് പറയും. അല്ല അല്ലല്ല, അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, രാകേഷ് ചേട്ടന് പെങ്ങളെ കുട്ടീസം. അപ്പം ഷിബിനയ്ക്ക് ആങ്ങളെ കുട്ടീസം ഉണ്ടോ എന്ന് ചോദിച്ചതാ. അപ്പൊ അത് പുള്ളിക്കാരത്തി പറയും ഞാൻ ചെയ്തോളാന്ന് പറയും. ഇപ്പൊ വേറെ ആരെങ്കിലും അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാലും പുള്ളിക്കാരത്തി ശ്രമിക്കാറില്ല. പക്ഷേ ഞാൻ എന്താണ് ചെയ്തത് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആരോ ആണ് കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഒരുപാട് ലേറ്റ് ആയി ചെയ്തത്. പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ ഇതല്ല ചെയ്യുന്നത്, ഞാൻ ഉദ്ദേശിച്ച സാധനം വേറെയാണ്, ഇത് എന്നെ മനഃപൂർവ്വം പെടുത്തിയാന്നുള്ളത് ഇതായിരിക്കും പുള്ളിക്കാരത്തി പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ എവിടെ എന്തും പറയാം. അങ്ങനെ പറഞ്ഞോ? മാം അത് പറയാൻ ഞാൻ കാരണമുണ്ട്. ഇല്ല രാകേഷ് ചേട്ടാ, അത് ഞാൻ രാകേഷ് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ് ഞാൻ പറയാൻ കാരണം. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു റാപ്പ് പാടിയായിരുന്നു. അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇവിടെ പെണ്ണിന്റെ പിറകെ പോകാൻ വന്നതല്ല രാകേഷ് എന്ന് പറഞ്ഞൊരു പടി, വളക്കാൻ വന്നതല്ല. അപ്പൊ ഞാൻ പറയാണ് എനിക്കൊരു വേർഡാണ് നിൽക്കേണ്ടത്. രാകേഷ് ചേട്ടാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പറയാൻ, പെണ്ണ് എന്നുള്ള വേർഡായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യാണ്. എനിക്ക് മനസ്സിലാവും, ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലേർട്ട് എന്ന് പറയും. അപ്പൊ അത് ഞാൻ മലയാളിഫിക്കേഷൻ ചെയ്തപ്പം എനിക്ക് അതിനുള്ള റൈറ്റ് വേർഡ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ജഡ്ജസിനോട് ചോദിച്ചു, ഈ ഫ്ലേർട്ടിങ്ങും ഈ പറഞ്ഞ വാക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്റെ ഭാഗത്താണ് തെറ്റ്. മാം അത് എന്റെ ആ വേർഡ് ഐ അഗ്രി. എന്റെ വായുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അഗ്രി, വെറുതെ അല്ല വില്ലത്തിന്ന് വിളിച്ചത്, വില്ലൻ എന്ന് വിളിക്കുക. അല്ല, അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ വേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ ആ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്തായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ ജഡ്ജിനോട് നമ്മൾ ആക്ച്വലി നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. തെറ്റായ ഒരു പരാമർശം പറഞ്ഞാൽ തിരിച്ചെടുക്കാം, മറ്റേ എറിഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പ്ലീസ് ഇത് എഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു പ്ലീസ് എനിക്ക് അത് എഡിറ്റ് ചെയ്യണം, എനിക്ക് അറിയില്ല, എനിക്ക് തോന്നിയത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. ആക്ച്വലി ഷിബിന, നമ്മൾ പറയുന്നതിന് മുമ്പ് മനസ്സിൽ നിന്ന് എഡിറ്റ് ചെയ്യേണ്ടത്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാരും കേട്ടു, ഇനി വേണമെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞു. സർ എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഞാൻ ഇതിൽ ദിസ് ഇസ് നോട്ട്, ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും then your stand is the same. നിങ്ങൾ പറഞ്ഞത് പെണ്ണുപിടുത്തക്കാരൻ എന്ന് പറഞ്ഞിട്ട് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറയുന്ന അർത്ഥം പെണ്ണുപിടുത്തക്കാരൻ അല്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ രാകേഷ് ചേട്ടാ പെണ്ണുപിടുത്തക്കാരൻ പോയി, എല്ലാം പോയി, ഇതൊക്കെ തന്നെ.
ചൂണ്ടിയിട്ട് തിരിച്ച് വലിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചെടുത്തു. എല്ലാവർക്കും ഉള്ളിലും കേട്ടില്ലാത്ത സീൻ നൈസായിട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞത് രാകേഷ് ചേട്ടൻ പെണ്ണുപിടുത്തക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോ എല്ലാരും കൂടി ഷോക്ക്, ബിക്കോസ് അത് എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാനത് ചിന്തിക്കണമായിരുന്നു. കയ്യിൽ നിന്ന് പോയി രാകേഷ് ചേട്ടാ, അതിന്റെ ഇരട്ടി കാര്യമില്ല. പെണ്ണ് എന്നുള്ള വീഡിയോ ഞാൻ അസോസിയേറ്റ് ചെയ്തതാണ്. ദാറ്റ്സ് മൈ ഫോൾട്ട്. ഞാൻ ഒരിക്കലും ആ ഒരു വലിയൊരു സദസ്സിൽ ഒരാളെ ഞാൻ അത്തരത്തിലുള്ള ഒരു അക്യൂസേഷൻ ഐ ഷുഡ് ഹാവ് നെവർ ഡൺ ആൻഡ് ഐ ആം സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലനും ഒക്കെ വിളിച്ചു. അപ്പോൾ ഇനി ഭാവിയിൽ എപ്പിസോഡുകൾ പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോ എന്നും കൂടെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. ലെറ്റ്സ് സീ, നോക്കാം. പക്ഷേ ആൾക്കാർ, ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, അവർ പതുക്കെ അവരുടെ മനസ്സിലെ ഞാനല്ലാന്നല്ലേ മനസ്സിലായി, നിങ്ങളതല്ല. സ്റ്റേജിൽ വെച്ചിട്ടുള്ള ആ ഒരു എൻ്റെ ഒത്തിരി നമ്മളൊരു റിയാലിറ്റി ഗെയിം ഷോയുടെ ഭാഗമാണ്. അപ്പം പുറത്തു വന്ന് തല്ലി മരിക്കണ്ട അങ്ങനെ. പിന്നെ ആ കുട്ടിക്ക് കുറച്ച് പെങ്ങളൂട്ടിസം കൊടുക്കൂ, നീ കുറച്ച് അങ്ങോട്ട് ആങ്ങളെ കുട്ടിസം. എന്നെ എന്തുകൊണ്ട് പെങ്ങളൂട്ടിയായിട്ട് എന്താണ് ആ കുട്ടിക്ക് ഒരു കുറവ്? എന്നെ എന്തോ ആകെ 10-38 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇത്ര പ്രായമുള്ള അനീത്തി കുട്ടിയൊന്നും ഉണ്ടാവില്ലപ്പാ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമുക്കപ്പം പെങ്ങളൂട്ടി ആങ്ങളൂട്ടിയൊക്കെ കൂടെ നമുക്ക് നോക്കാൻ വരുന്ന എപ്പിസോഡുകളിൽ ആൾക്കാർ ഇത് ഹീറോ ആക്കുന്നോ അതോ വില്ലൻ ആക്കണോ എന്നുള്ളത്. ഓക്കെ, രണ്ടുപേരും പക്ഷെ അകത്ത് പോവാൻ, ഐ മീൻ ഹൗസിനകത്ത് പോകാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.